ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ പത്തരമാറ്റിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ജലജിയും അബിയും കൂടെ എന്നുള്ള സംഭാഷണം. അപ്പോൾ പറയും, എടാ അവളുടെ മുഖം അടിച്ച് തൂങ്ങിയണു എന്നാണ് പറഞ്ഞത്. എന്താണ് രേവതി വിളിച്ചിട്ട് അവരെന്തായാലും നല്ല കേസാണ് കൊടുത്തിരിക്കുന്നത്, അവനെ ഇട്ട് പൂട്ടും എന്നൊക്കെ പറയും. എല്ലാവരും കരയട്ടെ, എല്ലാവരുടെ നെഞ്ച് കലങ്ങട്ടെ, ഹൃദയം തകരട്ടെ എന്നൊക്കെ പറയണം ജലജി അബിയും കൂടെ നിന്നിട്ട്. പക്ഷെ അമ്മ ലോക്കപ്പ് മർദ്ദനമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവളെ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന CI അല്ലേ, അതുകൊണ്ട് അവളോടുള്ള ആ ഒരു ഇതിൻ്റെ മുകളിൽ ചിലപ്പോൾ ലോക്കപ്പ് മർദ്ദനമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരിഞ്ഞിപ്പോൾ ഓടും, അനന്തപുരിക്കാരോടും തെക്കോട്ട് വടക്കോട്ട് ഓടും അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പോൾ അവളെ കാണുന്നില്ലല്ലോ, അവളെ എവിടെ പോയി, അവളിനി വരില്ലേ അറസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ എന്താണ് ആ CI ശരിക്കും പണി കൊടുത്തതാണ് നന്ദുവിനെ. കാരണം നന്ദു അവളും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്. അയാൾക്കറിയില്ല, പക്ഷെ ഇവളങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്നാണ് അയാൾ വിചാരിച്ചത്. അപ്പോൾ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ അതുകൊണ്ട് തന്നെയാവും അവളെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നവ്യ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നവ്യ എന്നിട്ട് ചോദിക്കുന്നത്, എന്താ നിങ്ങൾ സംസാരിക്കണേന്ന്. അപ്പോൾ പറയും, പിന്നെ അനാമികയുടെ മുഖത്ത് അടിച്ചു എന്ന് പറയും. അനാമികയുടെ എപ്പോൾ അവരെവിടെ വെച്ചിട്ടാണ് കണ്ടത് എന്നൊക്കെ. ഇപ്പോൾ അവൻ നടക്കാൻ പോയി അവിടെ വെച്ചിട്ട് അനാമികയെ കണ്ടിട്ട് എന്തോന്ന് രണ്ടും പറഞ്ഞിട്ട് അനാമികയുടെ മുഖത്ത് അടിച്ചിട്ടുണ്ട് അറിയുക. അയ്യോ, ഇവൻ എന്ത് പണി ചെയ്തത്, വേണ്ടാത്ത പണിക്ക് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ നവ്യ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, മിക്കവാറും എൻ്റെ മുകളിൽ അവർ കേസ് കൊടുക്കുന്ന പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൽ വലിയ സന്തോഷമാണ്, അബിക്ക് സന്തോഷമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മളെ നന്ദു പോലീസ് ജീപ്പിൽ വരുന്ന സമയത്ത് അവളിങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ അനന്തപുരിക്ക് കയറിയിട്ടില്ല, വണ്ടി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഡ്രൈവറോട് പറയും, ഇവിടെ വണ്ടി നിർത്തുക പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു ചോദിക്കുകയാണ്. അപ്പോൾ പറയും, പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇപ്പം അങ്ങോട്ട് ചെല്ലുക, എനിക്കാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് പറയുമ്പോൾ, മാഡം ചെന്നിട്ടില്ലെങ്കിൽ പ്രശ്നമല്ലേ, നമുക്ക് മുകളിൽ നല്ല പ്രഷറല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ശരി എടുക്ക് വണ്ടി അറിയും. അങ്ങനെ ചെല്ലുന്നത്. അതിൻ്റെ മുന്നേ ജലജ നമ്മളുടെ ഇവന് ഈ കൊല്ലാൻ കൊണ്ടുപോകണ കോഴിക്ക് ആദ്യം അവസാനം കുറച്ച് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ ഇവന് ജ്യൂസൊക്കെ കൊടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എടാ മോനെ, നീ അവളെ കാണാറുണ്ടടാ, അവളെ വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനിയോട് വന്നിട്ട്. അപ്പോൾ ഈ ജ്യൂസ് കുടിക്കാനായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ജ്യൂസ് കുടിക്കുക എന്ന് പറയുമ്പോൾ